ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മീ യുവർ ജഫ്രാൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നും മെൻസ് ഗ്രൂമിംഗ് സെക്ഷനിൽ നിന്ന് തന്നെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുകയാണ്. അപ്പോൾ സമയം ഒട്ടും പാഴാക്കുന്നില്ല, നമുക്ക് തുടങ്ങാം. നമ്മുടെ സമൂഹത്തിൽ എസ്പെഷ്യലി ചെറുപ്പക്കാരായ യുവാക്കൾക്കിടയിൽ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മുടി അകാലമായി നരയ്ക്കുന്നത്. ചില പഴമക്കാർ മുടി കൊച്ചുപ്രായത്തിൽ നരയ്ക്കുന്നത് നല്ലതൊക്കെ എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഈ മുടിയും വെച്ച് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുവാനും കൂട്ടുകാരോടെയൊക്കെ ഇരിക്കുവാനും എന്തു പറയാൻ ഒരു ഫംഗ്ഷനൊക്കെ തന്നെ പോകുവാനും മടിയാവുകയും ചെയ്യും. പണ്ടൊക്കെയും ചിലരിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നെങ്കിലും അന്നത്തേത് വെച്ച് ഇപ്പോഴത്തെ യുവാക്കൾക്കിടയിൽ നല്ല രീതിയിൽ തന്നെ മുടി നരയ്ക്കുന്നത് കണ്ടുവരുന്നു. എനിക്കും വന്നു. കോമണായി ഒരു 5 റീസണാണ് ഇതിന് പിന്നിൽ ഉള്ളത്. ജെനറ്റിക്സ്. ജനിതകപരമായി നമ്മുടെ അച്ഛനമ്മമാർക്കും അവരുടെ മാതാപിതാക്കൾക്കും പ്രിമച്വർ ഗ്രേ ഉണ്ടെങ്കിൽ അത് പാരമ്പര്യമായി നമുക്കും വന്നു ചേരും. രണ്ടാമത്തേത് സ്ട്രെസ്സ്. തുടർച്ചയായി നമ്മൾ സ്ട്രെസ്സ് അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് പ്രീമച്വർ ഏജിങ് ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുക. മൂന്നാമത്തേത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്. വൈറ്റമിൻസ്, പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻ B12, അയൺ, കോപ്പർ എന്നിങ്ങനെയുള്ള ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് ഇല്ലാതെ വരുമ്പോൾ എയർലി ഗ്രേയിങ് ഉണ്ടാകുന്നു. നാലാമത്തേത് മെഡിക്കൽ കണ്ടീഷൻസ്. ചില മെഡിക്കൽ കണ്ടീഷൻസ് ലൈക്ക് തൈറോയിഡിൽ വരുന്ന ഡിസോർഡേഴ്സ് ഒക്കെ നമ്മുടെ ഹോർമോൺ ബാലൻസ് തെറ്റിക്കുകയും മുടി നരയ്ക്കുകയും ചെയ്യും. അഞ്ചാമത്തേത് എൻവയോൺമെൻറ്റൽ ഫാക്ടർ. കൂടുതൽ പൊല്യൂഷൻ, സ്മോക്കിംഗ്, പുകവലിക്കുന്നത്, സൺ എക്സ്പോഷർ ഒക്കെ മുടി നരയ്ക്കുന്നതിന് കാരണമാകുന്നു. അപ്പോൾ തലമുടി നരച്ചു. അപ്പോൾ ഇതിങ്ങനെ വെളിയിൽ കാണിച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ പല ഹോബികൾ ചെയ്യാറുണ്ട്. ഹെന്ന പൗഡർ തേക്കുന്നത്, ഇൻഡിഗോ പൗഡർ, ഇതൊക്കെ താൽക്കാലികവും വളരെയേറെ സമയമെടുത്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ വെറും 15 മിനിറ്റ് മുടി അർപ്പിക്കുന്ന ഒരു പരിപാടിയാണെങ്കിലോ? അതാണ് ഞാനിന്ന് നിങ്ങൾക്കിവിടെ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരുന്ന VIP ഹെയർ കളർ ഷാമ്പു. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനി ഞാൻ നിങ്ങൾ ലൈവായി അത് അപ്ലൈ ചെയ്ത് റിസൾട്ട് കാണിച്ച് തരികയാണ്. മുമ്പ് പറഞ്ഞ പോലെ എൻ്റെ മുടിയും ആ കാലത്തിൽ നരച്ചു പോയി ഗൈസ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതൊക്കെ ഇതിനകത്തൊരു ഇൻസ്ട്രക്ഷൻ പേപ്പർ തന്നിട്ടുണ്ട്. ഒന്നുമില്ല, ആദ്യം കൈകൾ രണ്ടും നന്നായി കഴുകുക, ആവശ്യത്തിനനുസരിച്ച് ഷാമ്പൂ കയ്യിൽ വീഴ്ത്തുക. ഞാൻ എടുക്കുന്നത് എൻ്റെ കൈക്കുമ്പിൾ നിറയാണ്. എന്നിട്ട് നന്നായി ഷാമ്പൂ കൈകൾ കൊണ്ട് തിരുമ്മി പതപ്പിക്കുക. തലയിൽ അപ്ലൈ ചെയ്യുക. ശ്രദ്ധിക്കുക, നര കൂടുതലുള്ള ഭാഗത്ത് കൂടുതൽ അപ്ലൈ ചെയ്യുക. കൂടാതെ അപ്ലൈ ചെയ്തതിന് ശേഷം കൈകൾ രണ്ടും 3 മിനിറ്റിന് മുന്നേ തന്നെ കഴുകുക. അല്ലെങ്കിൽ അതിൻ്റെ കറുത്ത കറകൾ കൈകളാവും. പിന്നെ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കാണാനാണെങ്കിൽ നമുക്ക് ഫോണിലോ മാപ്പിലോ അല്ലെങ്കിൽ സ്റ്റോപ്പ് വാച്ച് ടൈമറോ ഓണാക്കി വിട്ടാൽ മതി. അപ്പോൾ 15 മിനിറ്റ് കഴിയുമ്പോൾ തല മുഴുവൻ നന്നായി കഴുകി ഇറക്കുക. അത്ഭുതം ഒന്നും പറയാനൊന്നും പറ്റത്തില്ല. എന്നാലും എനിക്കത് വർക്കൗട്ട് ആയിട്ടുണ്ട്. എന്നാലും മുഴുവനായിട്ടുമില്ല, എന്നാലും ഒരു 90% ഓക്കെ. അപ്പോൾ ഗൈസ് കണ്ടല്ലോ, ഇതാണ് ഇന്നത്തെ വീഡിയോ. ഷാമ്പൂ ഫ്ലിപ്കാർട്ട്, ആമസോൺ അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. പിന്നെ ഈ ഹെയർ ഷാമ്പൂ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഉപയോഗിച്ച് തന്നെ ആകണം എന്നൊന്നും പറയില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, കെമിക്കൽ ഫ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനെ അപ്ലൈ ആക്കി മുടിയോ അല്ലാതൊക്കെ കഴിഞ്ഞു പോയാൽ എന്നെ ആരും ഒന്നും പറയരുത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫലപ്രദമായി മുടി കറുപ്പിക്കുന്ന ഒരു മാർഗം മാത്രമാണ് ഞാൻ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചതും ലൈവായി കാണിച്ചു തന്നതും. എല്ലാവരും അവരുടെ സമ്മതത്തോടെ മാത്രം ഉപയോഗിക്കുക. സോ ഗായ്സ്, വീഡിയോ വൈൻഡപ്പ് ആവുകയാണ്. മെൻസ് ഗ്രൂമിംഗ് സെക്ഷനിൽ നിന്ന് തന്നെ ഉടനെ അടുത്ത വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ ദിസ് ഇസ് മീ യുവർ ജഫ്രാൻ. ബൈ ബൈ.